സെബാസ്റ്റ്യൻ അച്ഛൻ. എനിക്ക് നേരത്തെ അറിയാവുന്നതാണ്. അച്ഛൻ ഈ കായംകുളത്തൊക്കെ ശുശ്രൂഷയ്ക്ക് വന്നിട്ടുള്ള. അപ്പം ഞങ്ങൾ തമ്മിൽ അവിടെ ഇങ്ങനെ അച്ഛനോട് സംസാരിക്കുമ്പോഴേ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, ഈ മരിയപ്പനിൽ വന്നിട്ടില്ല അച്ഛൻ, പക്ഷേ ഇവിടെ സ്വർഗം തുറന്ന് വർഷിക്കുന്ന അനുഗ്രഹം അച്ഛൻ അവിടെ നിന്നുകൊണ്ട് പറയായിരുന്നു. ആ ഒരേ കൂട്ടായ്മയിലും പിതാവായ ദൈവം ഇവിടെ വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹം ഞാനിപ്പോൾ ഇവിടെ ഈ പള്ളിമുറ്റത്ത് നിന്ന് കാണുന്നുണ്ട്. ഈ പള്ളിമുറ്റത്ത് നിന്ന് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ആ മരിയപ്പനിൽ പിതാവ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹം. കാരണം മിക്കവാറും പ്രാർത്ഥിക്കുമ്പോഴെല്ലാം പകുതി വിടവുന്ന മുല്ലപ്പൂ ഇങ്ങനെ കുത്തൊഴുക്ക് പോലെ വെള്ളം ഒഴുകുന്ന പോലെയാണ് ഈ സമൂഹത്തിന് മേൽ വന്ന് വീഴുന്നതായിട്ട് കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴേ ഈ ശുശ്രൂഷകരായിട്ടുള്ള എല്ലാവരെയും, മാർപ്പാപ്പ, കർണന്മാര്, ബിഷപ്പന്മാര്, എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. യേശുവിനെ നന്ദി. അതുപോലെ നിങ്ങള് ഒരു കാരണവശാലും എന്നോട് നിങ്ങൾ ഇവിടെ വരുന്നുണ്ട്, വരാം എന്നൊന്നും നിങ്ങൾ പറയരുത്. ഈ മരിയപ്പനില് നിങ്ങൾക്ക് ചൊവ്വാഴ്ച ദിവസം വരുവോ പോവുകയൊക്കെ ചെയ്യാൻ യാതൊരുവിധ പ്രശ്നമില്ല. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ എന്നോട് പറയാൻ പാടില്ല നിങ്ങളിവിടെ വരുന്നുണ്ട്, ഞാൻ മരിയപ്പനി വരുന്നെന്നും പറയുന്നുണ്ട് പറയരുത്. കാരണം അതങ്ങനെ പറയുന്നത് കാരണം അത് നേർച്ചയായിട്ട് മാറുകയാണ്. അങ്ങനെ പറയുന്ന നിമിത്തം അവിടെ വരാനായിട്ട് സാധിക്കത്തില്ല. എങ്ങനെ ശ്രമിച്ചാലും വന്നെത്താൻ പറ്റില്ല. യോഹന്നാൻ 6:65, എന്റെ പിതാവിനാൽ ആകർഷിക്കാതെ ആർക്കും എന്റെ സന്നിധിയിൽ വരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഒരു നേർച്ച കടന്ന് നമ്മൾ അവശേഷിച്ചാല് അത്രയും പ്രതിബന്ധമായിട്ട് മാറുക, പ്രശ്നങ്ങളായിട്ട് മാറും. അതുകൊണ്ട് അങ്ങനെ പറയരുത് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഫോണിലൂടെ വിളിച്ചേച്ച് പറയാൻ പാടില്ല ഇന്ന് വരാൻ പറ്റത്തില്ല എന്ന് പറയരുത്. ഇവിടെ അങ്ങനെ ആചരി വെക്കുന്ന കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ നിങ്ങളുടെ പേരെഴുതുന്നത് നിങ്ങളിവിടെ വന്നേച്ച് പോയി താമസിച്ചാണ് ചെല്ലുന്നെങ്കിൽ വിളിച്ച് ചോദിക്കും, ഇങ്ങനൊരാൾ വന്നായിരുന്നു, അന്നേരം അത് നോക്കിയിട്ട് റെക്കോർഡ് നോക്കിയിട്ട് പറയാനായിട്ട് സാധിക്കും. ഇന്നിവിടെ കള്ളം പറഞ്ഞേച്ച് വന്നവരുണ്ട്, വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് വന്നവരുണ്ട്. അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ തീർത്തുക. വേറെ ഒരു സ്ഥലത്ത് പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇന്നിവിടെ വന്നവരുണ്ട്. വീട്ടിൽ വഴക്കുണ്ടാക്കിയിട്ട് വന്നവരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് തർക്കം. ഇങ്ങനെ വന്നവർ ആരായിരുന്നാലും കരങ്ങൾ ഉയർത്തുക. വേറെ പോവാണ് എന്ന് പറഞ്ഞ് വന്നവർ കരങ്ങൾ ഉയർത്തുക. ഇതാ പ്രാർത്ഥനത്തൊന്നും വരുമ്പോ പോവല്ല, വേറെ ഒരിടത്ത് പോവുക. 1, 2, 3, 4, 5 പേര്. കാരണം നിങ്ങളുടെ സാഹചര്യമാണത്, അങ്ങനെ വരാനായിട്ടുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് അത് നിങ്ങളുടെ മനസ്സാക്ഷിയിലുണ്ടാകണം. ദൈവമേ, ദൈവസന്നിധിയിൽ അത് കള്ളമാണ് പറയുന്നതെങ്കിലും ദൈവനാമത്തിൽ ഇനിയും കള്ളം പറയാതെ മറ്റുള്ളവർക്ക് രക്ഷയായിട്ട് ഞാൻ പോകാൻ തയ്യാറാണെന്നുള്ള തീരുമാനം എടുക്കുക. യേശുവേ നന്ദി. അപ്പോഴേ ഈ സിസ്റ്റർമാരെ നിങ്ങൾ സമർപ്പിക്കുക. അവർക്ക് ഇങ്ങനെ തീരുമാനം എടുക്കാൻ ഒരു ദിവസം ഒരാത്മാവിനെങ്കിലും രക്ഷിക്കാനുള്ള ഒരു പ്രാർത്ഥനാ ജീവിത രീതിയിലേക്ക് വരാനായിട്ട് അവർക്ക് പരിശുദ്ധാത്മാവിന്റെ കൃപ കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലെ ഇന്ന് കഞ്ഞി ഇവിടെ സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു നടുവേദന വിടുതൽ കിട്ടിയ ഒരു കുടുംബമാണ്. അതിൽ തന്നെ അപ്പന് സുഖമില്ലാതെ ആശുപത്രിയിലായെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ വിളിച്ചായിരുന്നു. അപ്പൊ ആ കുടുംബത്തിനെ നമുക്ക് കർത്താവിന്റെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കുകയും എന്ന് പറഞ്ഞ് രേഖ വൈദ്യുതി. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം പൂർത്തിയായതിന് മുട്ടായി ഉണ്ട്. അപ്പോഴേ നിങ്ങളോട് നേരത്തെ പറഞ്ഞിരുന്നു SLC മുതൽ മേലോട്ട് ഈ 75%
80% മുതൽ മേലോട്ട് മാർക്ക് മേടിച്ച് പാസ്സാകുന്ന കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് ഇവിടെ തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മാർക്ക് ലിസ്റ്റ് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് കുട്ടികൾക്ക് പ്രോത്സാഹന സമ്മാനമായിട്ട് ട്രോഫിയും ബൈബിളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ മാർക്ക് ലിസ്റ്റ് നേരത്തെ തന്നെ തന്നെങ്കിൽ മാത്രമേ അത് ക്രമീകരിക്കേണ്ട പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് പാസ്സായ കുട്ടികളുണ്ടെങ്കിൽ അത് ഡിഗ്രിക്കാരാണെങ്കിലും പ്രശ്നമില്ല, അങ്ങനെയുള്ളവരുടെ മാർക്ക് ലിസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് തരിക നേരത്തെ തന്നെ. അങ്ങനെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ചായിരിക്കും ഇവിടെ ട്രോഫിയൊക്കെ. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം 7 കുട്ടികൾക്ക് ഇവിടെ ട്രോഫിയും ബൈബിളും ഒക്കെ പ്രധാനത്തിൽ തന്നെയാണ് അവർക്ക് കൈവച്ച പ്രാർത്ഥനയിലേക്ക് കൊടുത്തത്. അതുകൊണ്ട് അങ്ങനെ മാർക്ക് ലിസ്റ്റ് ഇവിടെ നേരത്തെ തന്നെ കൊടുക്കാനായിട്ടുള്ള തീരുമാനം എടുക്കുക. അത് ഡിഗ്രിക്കാരായിരുന്നാലും പ്രശ്നമൊന്നുമില്ല. കാല് താഴെ ചവിട്ടാനായിട്ട് പറ്റാത്തവരായിട്ടുണ്ടെങ്കിൽ കരം കയറുന്നത്. കാല് താഴെ ചവിട്ടി ഉറപ്പിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവര് കരം കയറുന്നത്. കർത്താപ്പോഴത് ഭാഷാപരം ലഭിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തുക. ഭാഷാപരം ലഭിക്കണം എന്ന് ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തുക. എന്നിട്ട് ഇപ്പോഴേ ഭാഷാപരമുള്ളവര് ഭാഷാപരത്തിൽ സ്തുതിക്കുക, ബാക്കിയുള്ളവര് ആ ഭാഷാപരത്തിൽ സ്തുതിക്കാനായിട്ട് ശ്രമിക്കുക. ശക്തമായ രീതിയിൽ ഭാഷാപരം ഉയർന്ന് ഭാഷാപരത്തിൽ സ്തുതിക്കുക. സ്തുതിക്കുമ്പോഴേ നാവ് വേറെ രീതിയിൽ പോയതുപോലെ തോന്നി. നാവിൽ തരിപ്പ് തോന്നി, നാവിന്റെ തുമ്പത്ത് ഭയങ്കര ഭാരം പോലെ തോന്നി. അങ്ങനെയുള്ളവരുടെ കാര്യങ്ങൾ എടുത്ത് ഇപ്പോഴീ സ്തുതിപ്പ് സമയത്ത് നാവിന്റെ തുമ്പത്ത് ഇങ്ങനെ തരിപ്പ് പോലെ, ഭാരം പോലെ, നാവിങ്ങനെ വഴുതി വേറെ രീതിയിൽ പോകുന്നവരെ. കാരണം ഭാഷാപരം ലഭിക്കണമെങ്കിൽ ശക്തമായിട്ട് സ്തുതിക്കണം. അതീവ ശക്തമായിട്ട് ഹൃദയം തുറന്ന് അധരം തുറന്ന് സ്തുതിച്ചെങ്കിൽ മാത്രമേ ഭാഷാപരം ലഭിക്കുകയുള്ളൂ. ഇല്ലാതെ കൊഞ്ഞണം കാണിച്ച് സ്തുതിച്ചാലൊന്നും ഭാഷാപരം ലഭിക്കില്ല. ഭാഷാപരത്തിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങളാണ് ലഭിക്കുക. എല്ലാവരും ഇങ്ങോട്ട് കരങ്ങൾ നീട്ടി പിടിക്കുക. ചൂടിനെ ശപിക്കുന്നവരുടെ കാര്യങ്ങൾ കരുതുക. ഇതെന്തൊരു ചൂടാ, ഒരു നിർത്തമില്ലാത്ത ചൂടാണല്ലോ എന്ന് ചൂടിനെ ശപിക്കുന്നവരുണ്ടെങ്കിൽ കരങ്ങൾ കരുതുക. അങ്ങനെ ശാപവാക്ക് ഉന്നയിച്ചാൽ അങ്ങനെ പറയുന്നവർക്ക് ഈ ചൂട് കൂടുതൽ ശക്തി പ്രാപിക്കും. ഒരിക്കലും ദൈവത്തിന്റെ ആ പ്രകൃതിയെ വ്യതിക്കാനായിട്ട് സാധിക്കാനും നമുക്ക് അനുവാദമില്ല. അടുത്ത വെള്ളിയാഴ്ച കൗൺസിലിംഗ് ഉണ്ടായിരിക്കുകയില്ല. അടുത്ത വെള്ളിയാഴ്ച ടീമങ്ങളുടെ കൂട്ടായ്മയാണ്. അടുത്ത വെള്ളിയാഴ്ച കൗൺസിലിംഗ് ഇല്ല.